എന്നാണ് ഇൻ്റർവ്യൂവിന് വന്നെന്ന് ചോദിക്കുന്നതുകൊണ്ട്. പക്ഷേ അവളോട് അവളെ വന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരം അവൾ പറയും. എന്താ ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? സിറം അമോണിയം എന്ന് പറയും. അത് ആ സാക്ഷ്യം കേൾക്കണം. സിറം അമോണിയം. അതോട് ഇയാൾ ഞെട്ടിപ്പോവും. ആധുനികമായിട്ട് പഠിച്ചിട്ടുള്ള നേഴ്സുമാർ പോലും ആ ഉത്തരം തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവളാണെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിച്ചതല്ല ഇത്. അവൾ പറയുന്നുണ്ട്, ഞാൻ 3 കൊല്ലം മുമ്പ് നോക്കിയ നോട്ട് ഞാൻ മറന്നു പോയതാണ്. ഇപ്പോൾ 21:15 അനുസരിച്ചുകൊണ്ട് കർത്താവ് അവളുടെ ഓർമ്മയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കുമെന്നല്ലേ പറയണത്. സീറോ. ആ ഒരു ഒറ്റ ഉത്തരത്തിന് അവൾക്ക് ആ ജോലി കിട്ടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ, സ്വർഗീയ തുമ്പലമേ, കൃപാസനത്തിന്റെ അമ്മേ, ഇതാണ് ഈ പ്രസൻസ് എന്ന് പറയണത്. പ്രസൻസ്. അവൾക്ക് പണ്ട് അവളുടെ ജോലി പോയി, സ്പോൺസർ പോയി, എല്ലാം പോയി. എന്നിട്ട് ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കുമ്പോൾ പണ്ട് അതിൻ്റെ ഉത്തരം ദൈവം തന്നെ അവൾക്ക് ഓർപ്പിച്ചു കൊടുക്കാൻ കണ്ടിട്ടില്ലേ? ഇതിനെയാണ് നമ്മൾ പറയണത്. അതായത് നമ്മളെപ്പോഴും ഇപ്പോൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വചനമില്ലേ? നമ്മൾ വായിച്ചാണല്ലോ 21:13. അതായത് ക്ലേശകാലത്ത് എന്താണ് നമ്മുടെ കയ്യിൽ എന്താ ചെയ്യേണ്ടത്? ക്ലേശകാലം. ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ പോകണ്ടെന്ന് നിങ്ങളെ വീട്ടിലെ അയൽവാസികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പറയും, ഓ ഞാൻ പിന്നെ മറ്റേ വരാം. എന്നിട്ട് അവർക്കറിയാം അവർ ഉടമ്പടി നടത്തിയിട്ടില്ല, മറ്റൊരു ഉടമ്പടി പുതുക്കാൻ പോവുകയും ഞാൻ പിന്നെ അതിന് അവർ ഉടമ്പടി കുഴപ്പമില്ല. അപ്പോൾ അവരിവിടെ മനസ്സിരിക്കണത് പുതുക്കിയിട്ടും എനിക്ക് വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ്. ഈ തലവാതി രോഗിയെപ്പോലെ ഞാൻ പിച്ചിമ്പയും പറഞ്ഞ പോലെ ഞാൻ പിന്നെയും മറ്റേ വരാമെന്ന് പറയണത്. അവരൊരിക്കലും വരത്തില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ മക്കളെ, അതായത് സത്യസന്ധമായിട്ട് നോക്കിയാൽ നിങ്ങൾ ദൈവത്തെ ഈ വിഷയം സിൻസിയർ ആൻഡ് സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സിൻസിയർ ആൻഡ് സീരിയസ് കുറച്ച് പേർക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ സിൻസിയർ ആൻഡ് സീരിയസ് ആണ്, കുറച്ച് കാര്യങ്ങൾ ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക്കായിട്ട് സിൻസിയർ ആൻഡ് സീരിയസ് അല്ല. സിൻസിയർ ആകുന്നവർ എല്ലാ കാര്യത്തിലും സിൻസിയർ ആയിരിക്കും. അല്ല നിങ്ങൾക്ക് ഒക്കണ കാര്യത്തിൽ മാത്രം സിൻസിയർ, നിങ്ങൾക്ക് ഒക്കണ കാര്യത്തിൽ മാത്രം സീരിയസ് അല്ല. ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഈ വിഷയത്തിന് അതാ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. സാക്ഷികളായിരിക്കുമ്പോൾ ദൈവം എന്താ? പ്രസൻസാണ്. ദൈവം കൂടെ വരികയാണ്. ശില്പയുടെ കൂടെ ചെന്നിട്ട് ആ സമയത്ത് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ തന്നെ കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ്. കാര്യം ഇത് ഞാനിപ്പോഴെങ്കിലും പഠിച്ച കാര്യമല്ല, പണ്ട് പഠിച്ച കാര്യമാണ്. കർത്താവ് അതിപ്പോൾ ഓർപ്പിച്ച് കൊടുക്കുകയാണ്. എന്തിപ്പോൾ ഉത്തരം പറയണമെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് അറിവ് തരുമെന്നല്ലേ പറയണത്. ആ സമയത്ത് അറിവ് തരും. അപ്പോൾ എൻ്റെ മക്കളെ എന്തായത് എനിവേയാണ് നമ്മൾ സർവൈലൻസിലാണ് നിൽക്കണത്. ഇപ്പോൾ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇതുപോലും ദൈവം നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധയുണ്ട്. നമ്മൾക്കാണ് ദൈവത്തെ ശ്രദ്ധയില്ലാത്തത്, അല്ലെങ്കിൽ ശ്രദ്ധ കുറവുള്ളത്. ഇപ്പോൾ എമ്മാവുസേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചത്? അവരുടെ കൂടെ ആ ഭാര്യയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് കാരണം ഭർത്താവിനെ കളയാതെ ഇരിക്കാൻ വേണ്ടി കർത്താവ് കൂടിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കർത്താവ് കൂടിയിരിക്കും. പക്ഷേ മ്ലാനവതരായത് കാരണം ഇവർക്ക് കർത്താവിനെ മനസ്സിലായില്ല. അതാണ് വിഷയം. കൂടുന്ന പ്രസൻസ് ഉണ്ടാകും, പക്ഷെ നമ്മൾക്ക് ഒരുക്കമില്ലാത്ത കാരണവും സങ്കടമുള്ള കാരണം നിരാശ ഉള്ളത് കാരണം നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഇപ്പം തന്നെ 44 വയസ്സുകാരൊക്കെ വന്ന് കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അവിടെ നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് അതിനകത്ത് വിശ്വാസമില്ല. അമ്മയും അപ്പനോ പറഞ്ഞ് ഇപ്പം അപ്പനും അമ്മയും മരിക്കാൻ പോകണേ, ഞങ്ങൾ ചത്താപ്പിൻ്റെ നിരക്കാർ കാശ് വെച്ച് ഊണ് വെച്ച് തരും. അത് അവർക്കുടെ പ്രശ്നത്തിലേ ഉള്ളേ. അവരുടെ പ്രശ്നത്തിൽ ഞങ്ങളെങ്ങാനും ചത്ത ഈ 49 വയസ്സുകാരന് ആര് ഭക്ഷണം കൊടുക്കും എന്നാണ്. അത്രേ ഉള്ളൂ. അവർക്ക് എൻ്റെ കുടുംബജീവിതം ഉണ്ടാകണം അങ്ങനെയൊന്നുമല്ല, അവൻ്റെ കാര്യം നോക്കാനൊരാൾ, അത്രേ ഉള്ളൂ. അത്രേ അപ്പനും അമ്മയും ഉദ്ദേശിക്കുന്നുള്ളേ. അത് ദൈവത്തിനും അറിയാം അത്രേ ഉദ്ദേശിക്കുന്നുള്ളെന്ന്.
അത് ഇതിനകത്തുള്ള കാപട്യമെല്ലാം ദൈവത്തിന് അറിയാവുന്നേ. നിങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം ആരാണെന്ന് ആദ്യം മനസ്സിലാക്കി അടുക്കണം. കാര്യം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട അവർക്ക് ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല അവന് ഊണ് കൊടുക്കാൻ അവൻ്റെ അണ്ടർവെയർ ആരെ ഇളക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരിനെ കൊണ്ടുവന്ന് നിർത്തരുത്. പറഞ്ഞാൽ മനസ്സിലായല്ലേ? ഞാൻ പറയാൻ മനസ്സിലായ? പല ആൾക്കാരും അതാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ആത്മീയ കാര്യം ആര് ശ്രദ്ധിക്കും എന്നാണ് ഒരു അമ്മ ഒരു വിവാഹം കഴിക്കാത്ത മകനെക്കുറിച്ച് ഓർത്ത് കർത്താവിൻ്റെ മുന്നിൽ വേദനിക്കണമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ തരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മക്കളുടെ വിശ്വാസ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നേറുവാൻ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ പ്രിയനെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ പ്രിയനെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ പ്രിയനെന്നെ മറയ്ക്കും. നമുക്ക് വളരെ കൃത്യമായിട്ട് കർത്താവ് നിങ്ങളോട് വൃത്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ പോയി ഉടമ്പടി ധ്യാനം വീണ്ടും യൂട്യൂബിൽ കൂടണം. അടുത്ത ചൊവ്വാഴ്ച അല്ലേ, അടുത്ത ചൊവ്വാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഇത് അപ്പ് ചെയ്യണത്. ഇപ്പോൾ ഒരു ക്യാമറയിലൊക്കെ എടുക്കാൻ കണ്ടില്ലേ, അപ്പ് ചെയ്യണത് അടുത്തതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ ധ്യാനം കയറണം. കുരിയുടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ധ്യാനങ്ങളൊന്നും ആശയപരമായ ഒരു പ്രകർഷണമല്ല, മറിച്ച് കർത്താവ് നമുക്കൊരു മെക്കാനിസം തരികയാണ്, ഒരു ഹോംവർക്ക് തരും. അത് നമ്മൾ ചെയ്ത് നോക്കണം, കൃത്യമായിട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യണത്. ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. ചെയ്ത് നോക്കാതെ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം ഇപ്പോൾ 21 പറഞ്ഞില്ലേ, ഈ ക്ലേശകാലത്ത് നിങ്ങളെ എന്തായിരിക്കണം? സാക്ഷികളായിരിക്കണം, അല്ല കിടന്ന് ഉറങ്ങരുത്. അപ്പം നാട്ടുകാർ ചോദിക്കുമോ നിങ്ങൾ ഉടമ്പടിക്ക് പോയിട്ട് എന്തായി ഇവിടെയെങ്കിലും? അപ്പോൾ ഒന്നും ആയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ മാതാവിലഞ്ഞിട്ടാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോയെന്ന് ചോദിക്കും. പണ്ടാരം പിശാച് അങ്ങനെ പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് വീണ് പോണതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഉടമ്പടി ഉഴപ്പിയത് കൊണ്ടാണ്. ഉഴപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മളോടൊന്ന് പറയും. എന്ത് പറയും? ഇത് കർത്താവ് സമയത്ത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറയും. ഞാൻ മക്കളുടെ തലയിൽ കൈവെക്കുമ്പോൾ, കല്യാണം കഴിക്കാത്ത മക്കളുടെ തലയിൽ കൈവെക്കുമ്പോൾ ഞാൻ പറയും, അമ്മേ സത്യം പറ, ഇവളുടെ ജീവിത പങ്കാളി അമ്മയുടെ കയ്യിലില്ലേ? ഞാൻ 27 ദിവസം ഡേറ്റ് ഇടും, ഇവർക്ക് കാണിച്ചു കൊടുക്കണം ആളെ, ഇവിടെ കല്യാണം സെറ്റാകണമെന്ന് പറയും. കാര്യം കർത്താവിൻ്റെ വഴികളിൽ നമുക്കറിയാമല്ലോ, ഇത് എല്ലാവരുടെയും ജീവിത പങ്കാളി ഓരോ വിഷയങ്ങൾക്കും ഉള്ള പോം വഴികൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ടല്ലോ, ഉറപ്പല്ലേ? ഇത് താമസിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ കാലമായിട്ടില്ല. അതാണ് പ്രശ്നം. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ ചർച്ചിൽ പറഞ്ഞ് ഈ അർത്ഥനഗ്നായ ഫക്കീറാണ് ഇവിടെ നിൽക്കുന്നത്. ഇവനേക്കാൾ ഗതികേടാണ് ഈ നാട്ടിലുള്ളവർ, ഇന്ത്യ രാജ്യത്തുള്ളത്. ഇവരെയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത ജനാധിപത്യം അവനൊക്കെ എന്ത് പരുത്തി കൊണ്ട് ആക്കും. ജനാധിപത്യം സ്വീകരിക്കാൻ ഇവർക്ക് പക്വതയായോ എന്ന് ചർച്ചിൽ ചോദിച്ചു. ശരിയോ തെറ്റോ ഞാൻ അത് വായിച്ചതാണ്. പക്ഷേ ചർച്ചിൻ്റെ നിഗമനം ശരിയോ തെറ്റോ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ചോദ്യം പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണക്രമം, അത് പാലിച്ചു പോകാൻ നമുക്കിന്നും പറ്റണില്ല. നമ്മളിപ്പോഴും നോക്കണത് ജനാധിപത്യത്തെ തല്ലിക്കെടുത്താൻ പറ്റിയ ഭരണഘടനയിലെ വകുപ്പുകളെ കളയാൻ വേണ്ടിയാണ് നമ്മൾ നോക്കണത്.
വീണ്ടും ഓട്ടോക്രാറ്റ് ആകാം, വീണ്ടും ഏകാധിപത്യത്തിനുള്ള ചാൻസും ഈ ജനാധിപത്യത്തിൽ ഉണ്ടോ എന്നാണ് ഭരണഘടന ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നോക്കണത്. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി ഏത് സമയത്ത് വർക്കൗട്ട് ചെയ്യും, അതിൻ്റെ സമയങ്ങളെ ക്രമീകരിക്കുന്നത് നിങ്ങളാണ്, അല്ല ദൈവമല്ല. ദൈവത്തിന് സമയം നീട്ടിക്കൊണ്ടു പോകുന്നൊരു പോളിസി ഇല്ല. എന്താ പറയണത്? അവിടുന്ന് കാലവിളംബം വരുത്തുമോ? മർക്കോസിൽ 13 വായിക്കത്തില്ലേ? 13:21 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാം തിരുവചനം. 18:7. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? മനസ്സിലാണ് പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോഴാണ് പറയണത്. കാലവിളംബം വരുത്തുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരത്തില്ലെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നടപടിക്രമത്തിൽ വെച്ച് താമസിപ്പിക്കുന്ന സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയത്തില്ലേ, അതുപോലെയുള്ള മുറയൊന്നുമില്ല. നമ്മൾ സത്യസന്ധരാണെങ്കിൽ ഇന്ന് രാത്രി ഉടമ്പടി കത്തും. മനസ്സിലായില്ലേ? അത് കാര്യം ദൈവത്തിൻ്റെ നിലപാട് ക്രമം എന്ന് പറഞ്ഞാൽ കാലവിളംബം വരുത്താത്തതാണ്. പിന്നെ ഈ കാലവിളംബം വരുത്തി കൂട്ടുന്നത് ആരാണ്? നമ്മളാണ്. നമ്മൾ ഉടമ്പടി പത്രം കൊണ്ട് തിരി കൊണ്ട് അവിടെ വെച്ചു. അടുത്ത ശനിയാഴ്ച വരെ തുടങ്ങാം, പള്ളിയിൽ പോട്ടെ, അവിടെ അച്ഛനുണ്ടെങ്കിൽ കുമ്പസാരിക്കുക. ഇങ്ങനെ ഈ ചെല്ലട്ടെ എന്നുള്ള നടപടിക്രമങ്ങൾ ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. ഇതിനിടയ്ക്ക് വല്ല ഇൻഡാസും കയറി വന്നാൽ ആ ഇൻഡാസ് എല്ലാം സാക്ഷ്യം വഹിക്കേണ്ട സമയമല്ലേ, നമ്മൾ സാക്ഷ്യം വഹിക്കത്തില്ല. അതിന് പകരം നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് നിഷ്പക്ഷത പാലിച്ച് നിൽക്കും, നിർജ്ജീവമായിട്ട് നിൽക്കും. ആകപ്പാടെ ചെയ്യുന്ന പരിപാടി രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഇതിലാണ് കാര്യം മുഴുവൻ ഇരിക്കണമെന്ന്. അതിലല്ല കാര്യം മുഴുവൻ ഇരിക്കണം. അത് വേണമെന്നാണ്, അത് വേണം. പക്ഷേ കാര്യം മുഴുവൻ ഇരിക്കണം എവിടെയാണ്? നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. വളരെ പ്രശ്നം. ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഉള്ള മാർഗം എന്ന് പറയുന്നത് സാക്ഷികളാകാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്തുമാത്രം ആൾക്കാരാണ് ഓർഫനേജിലും വയോജന അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും അതുപോലെ തന്നെ ഓട്ടിസം ഒക്കെ കുഞ്ഞുങ്ങളുള്ള സൂക്ഷിക്കുന്ന സ്ഥലത്തും എന്തൊക്കെ പോയി താമസിച്ചാണ് ജോലി ചെയ്യണത്, വേല ചെയ്യണത്. അപ്പോഴേ എന്താ വെച്ചാൽ അവർ സാക്ഷികളാകുകയാണ് കർത്താവിന് വേണ്ടി. അപ്പോഴേ ജോലി കാണുമ്പോൾ കർത്താവിന് മനസ്സിലാകും. ഇപ്പോഴത്തെ ഒരു ചേട്ടൻ പറഞ്ഞില്ലേ, ഞാൻ മഴയത്ത് ഓട്ടോറിക്ഷക്കാർക്കും പോലീസുകാർക്കും ഒക്കെ ഞാൻ കൃപാസനം പത്രം കൊടുക്കുമെന്ന്. മഴയത്ത് 5 കെട്ട് പത്രമാണ് കൊടുക്കണ പുള്ളിക്കാരൻ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ അവർ സാക്ഷികളാകുകയാണ്. അപ്പോൾ എന്തെങ്കിലും വിഷയം വന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സംഭവം എന്താണ്? സാക്ഷ്യമാണ്. അത് എമ്മാവസിൽ നിന്ന് പോയവരോടും അതിനുശേഷം അപ്പോസ്തലന്മാരോടും എല്ലാം പറഞ്ഞെന്താണ്? ഇവയ്ക്ക് നിങ്ങളാണ് സാക്ഷികൾ. സാക്ഷ്യമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താ ചെയ്തത്? ഇവർ ഭാര്യനെ ഉപേക്ഷിച്ച് അയാൾ കുടുംബജീവിതത്തിൽ നിന്ന് മാറി നാട്ടിലോട്ട് പോയി, സ്വന്തം നാട്ടിലോട്ട് പോവുകയാണ്. എന്തിനു പോകണം ദൈവത്തിനറിയാം. അയാളെ പേടിച്ച് പോകണമെന്നറിയാം, നിക്കക്കളില്ലാതിന് പോകണമെന്നറിയാം, പോയത് ശരിയായില്ലെന്നും അറിയാം. പോയി ശരിയാകാഞ്ഞുകൊണ്ടല്ല കർത്താവ് പുറകെ വന്നത്. കർത്താവ് പുറകെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഇവരുമായി മുന്നോട്ട് പോകുമ്പോൾ സന്ധ്യയാവും. അപ്പം നേരം വൈകി നമുക്ക് ഇവിടെ രാപ്പാർക്കാമെന്ന് പറയുന്ന സമയത്ത് ഈശോ അപ്പമെടുത്ത് മുറിക്കും. അപ്പമെടുത്ത് മുറിക്കുമ്പോഴാണ് കണ്ണ് തുറക്കണത്. നേരത്തെ കണ്ണ് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? നേരത്തെ എന്താ സംഭവിച്ചത്? കണ്ണ് മങ്ങി കണ്ണ് മൂടപ്പെട്ടിരുന്ന ആൾക്കാരായി. കണ്ണ് തുറക്കണത് എന്താണ്? അപ്പമെടുത്ത് മുറിക്കുമ്പോഴാണ്. ആരുടെ പേരിൽ? കർത്താവിൻ്റെ പേരിൽ. അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ആണ്. കവനൻ്റാണ്, ഉടമ്പടിയാണ്.
ഉടമ്പടി ചെയ്യുമ്പോഴാണ് കണ്ണ് തുറക്കണത്. നമ്മൾ രാവിലെ കുർബാന അർപ്പിച്ചത് എന്താണ്? ഉടമ്പടി ചെയ്യണം. കുർബാന അർപ്പിക്കണ അച്ഛന്മാർക്ക് ഇത്രയും ആന്തരികമായിട്ട് അറിയാവുന്നറിയില്ല. അവരത് വലിയ സംഭവമായിട്ട് ഭക്തിപൂർവ്വം ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു സംശയമില്ല. പക്ഷേ എന്താണ്, ജനങ്ങളുടെ കണ്ണ് തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാര്യം അവർ വയലാറിൻ്റെ പാട്ടൊക്കെ പാടുകയല്ലേ ഇതിൻ്റെ ഇടയ്ക്ക്, അതറിയുന്നുണ്ട്. എന്നിട്ട് സായിപ്പിൻ്റെയൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞ കുറേ സാധനമൊക്കെ പ്രസംഗമായിട്ട് പറയുകയല്ലേ. എങ്ങനെ ജനത്തിൻ്റെ കണ്ണ് തുറക്കാനുള്ളൊരു സാധ്യതയില്ല. പൊൻകുന്നം വരക്കി, മുട്ടത്ത് വരക്കി, എല്ലാവരും ഇങ്ങനെ ഓരോ കഥകളൊക്കെ അല്ലേ പള്ളിയിൽ പറയണത്. പിന്നെ ആ ജനത്തിൻ്റെ കണ്ണ് തുറക്കുക, ഉള്ള കണ്ണ് കൂടെ അടഞ്ഞു പോവുകയേ ഉള്ളൂ. കാര്യം എന്താണ്, ഇവർ ഉദാഹരണം പറഞ്ഞ പല ആൾക്കാർക്ക് 4 ഭാര്യ 3 ഭാര്യയൊക്കെ വെച്ചുണ്ട്. ഈ ആൾക്കാരെങ്ങനെ, ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ടെന്നല്ല ഞാൻ പറയണത്, അത്താരെ കെട്ടിയെഴുന്നള്ളിക്കുന്ന പല ആൾക്കാരും ദൈവത്തിന് അഹിതമായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊന്നും പറയാൻ ബാധ്യസ്ഥനല്ല. അവൻ്റെ അഭിഷേകം തന്നെ കർത്താവ് എടുത്തു കളയുന്നതിൻ്റെ കാരണം അവന് അസ്ഥാനത്ത് അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഞാൻ എന്താ പറയണത് വെച്ച് കഴിഞ്ഞാൽ, അപ്പം മുറിച്ചാൽ കണ്ണ് തുറയണം. ജനം കണ്ണ് മടങ്ങി തന്നെ വരണത്. ഒരു കാഴ്ച ക്ലേശങ്ങൾ കൊണ്ടും സാമ്പത്തിക തകർച്ച കൊണ്ടും പല കാര്യങ്ങളും, സുനാമി വന്നപ്പോഴും അതുപോലെ തന്നെ പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ കൊറോണ വന്നപ്പോഴും ആൾക്കാരെല്ലാം തീർന്ന് കണ്ണ് മങ്ങിയാണ് വരണത്. കണ്ണ് മങ്ങിയവൻ്റെ കണ്ണിട്ട് കുത്തുന്ന രീതിയിലാണ് പള്ളി പ്രസംഗം പലതും പോണത്. തമാശയല്ല, ഞാൻ കേൾക്കണമല്ലേ ഇതുകൊണ്ട്. അതിൻ്റെ അവിടെ അവരപ്പം മുറിക്കുമ്പോൾ അവരെ കണ്ണ് തുറക്കണം. എന്നിട്ട് അവൻ പറയണം, അവൻ നമ്മോട് വചനം പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയല്ലായിരുന്നെന്ന്. വചനം ഹൃദയം ജ്വലിക്കത്തുള്ളൂ. അതിന് പകരം വേറെ വല്ലതും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിച്ചു വെച്ചാൽ ആൾക്കാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വചനം പ്രസംഗിച്ചാലേ കണ്ണ് ജ്വലിക്കത്തുള്ളൂ. അയാൾ ഭാര്യ ഉപേക്ഷിച്ച പേരാണെന്ന് ഞാൻ പറഞ്ഞ്, അല്ലെങ്കിൽ അല്ല, ആണെങ്കിൽ ആണ്. അയാൾ ഉപേക്ഷിച്ചല്ല, അയാൾ പോകുന്നല്ല. വൈഫിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഭാര്യനെ കൊണ്ടല്ല പോരേണ്ടത്. അയാൾ ക്ലയോപാസ് എന്ന് പറഞ്ഞ ബിരുദൻ നാട്ടിലായിട്ട് പോകണം. ശരി, അയാൾ ഭാര്യയെ വിളിച്ചിട്ട് പോരണ്ടേ? താറ്റി പിടിച്ചാൽ വിളിച്ചിട്ടില്ല, വിളിക്കാതെ അയാൾ ഒറ്റയ്ക്ക് പോകുന്ന നല്ലതിൻ്റെ അർത്ഥം. അതൊന്നും ശരിയായില്ല. അതേ കർത്താവ് പുറകെ വന്ന് അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മതി, കഥ മാറി. ഓരോ കുർബാന കഴിയുമ്പോഴും കഥ മാറണം. അത്രയും ഭവ്യതയോടെ, ഭക്തിയോടെ, സൂക്ഷ്മതയോടെ കർത്തൃസന്നിധി നിന്നാൽ കഥ മാറും. ഞാൻ കവനൻ്റാണ് ചെയ്യണത്. നമ്മൾ അപ്പം മുറിക്കലെന്ന് പറഞ്ഞ് അതൊരു ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് ബണ്ണും കാപ്പിയുമായിട്ട് സഭയിൽ കയ്യടിയും പാട്ടുമായിട്ട് ഇരിപ്പുണ്ട്. അത് പോട്ടെ. പക്ഷേ എന്താണ് വാട്ട് ഈസ് ആക്ച്വലി ദേ ആർ ഡൂയിങ്? ദേ ആർ റിവൈസിങ് ആൻഡ് റിജുവനേറ്റിംഗ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി കവനൻറ്റ്. ഓർമ്മയ്ക്കായി ചെയ്യാൻ, അവൻ്റെ ഓർമ്മയ്ക്കായി. നിങ്ങൾക്കറിയാമല്ലോ, ഏതെങ്കിലും നിമിഷം ജീവിതം കെട്ടുപോയാൽ, കണ്ണ് മങ്ങിപ്പോയാൽ, മനസ്സ് മ്ലാനമായി പോയാൽ നമ്മുടെ മുമ്പിലുള്ള കവനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കുക, ഇവിടെ കുർബാന അർപ്പിക്കുന്ന കുർബാന അപ്പത്തിൻ്റെ സമയത്ത് മാത്രമല്ല, എന്നെല്ലാം അവൻ്റെ കഷ്ടങ്ങളെ, അവൻ്റെ മുറിവുകളെ, അവൻ്റെ പകുത്തു കൊടുക്കലെ, അവൻ്റെ പങ്കുവെക്കലെ നമ്മൾ ഉടമ്പടിയിലൂടെ പരസ്നേഹ പ്രവൃത്തികളായി ആചരിക്കുന്നുണ്ടോ, അന്നെല്ലാം അവൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെയ്യുമ്പോൾ അവൻ നമ്മുടെ കണ്ണ് തുറക്കുന്നുണ്ട്. അവൻ തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 21-23 ദ ലോർഡ് ഗോഡ് വിൽ ബി ദെയർ ലൈറ്റ് എന്ന് പറയണത്. അതായത് കർത്താവാണ് നമ്മുടെ വെളിച്ചമായിട്ട് നമ്മുടെ മുമ്പിൽ ചിതറി നിൽക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾക്കായി അപ്പമാണു നീ, ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്നെ വെറും ഉപകരണമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പാഴ്ത്തടി പോലെ. പക്ഷേ കർത്താവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു.
നിങ്ങളത് കേൾക്കുന്നു. പക്ഷേ ഇതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? നിങ്ങൾക്കും എനിക്കും ദൈവത്തിന് അറിയാവുന്നൊരു സത്യമുണ്ട്, നമ്മുടെ പല വിഷയങ്ങൾക്കും സൊല്യൂഷൻ ഇല്ലെന്ന്. മൈൻഡ് ഇറ്റ്. നിങ്ങൾക്കും എനിക്കും ദൈവത്തിനും അറിയാവുന്ന ഒരു സത്യമുണ്ട്, നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന പല വിഷയങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഇല്ലെന്ന്. സത്യമായിട്ടറിയാം, എനിക്കറിയാം. നിങ്ങൾ ഉടമ്പടിയിൽ എന്നെ കാണുമ്പോൾ ഞാൻ ഇതിന് സൊല്യൂഷൻ ഇല്ലെന്ന്, സൊല്യൂഷൻ ഇല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ മക്കളെ. ലൂക്ക 5:5 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കാരുണ്യമേ ബലിവേദിയിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ലൂക്ക 5:5 ശിമയോൻ പറഞ്ഞു, ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇതാണ് സിറ്റുവേഷൻ. ദൈവത്തിനും അറിയാം, ശിമയോനും അറിയാം, നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്. സമാധാനം, ഇതിന് ഈ പരിഹാരമില്ല. എന്താ പറയണത്? മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പകല് അധ്വാനിച്ചാൽ നല്ല ഞാൻ ഇസ്രയേലിൽ കർത്താവ് സഞ്ചരിച്ച എല്ലാ സ്ഥലത്തും വള്ളത്തെ പോലുള്ളതാണ്. 43 ഡിഗ്രി ചൂടുണ്ട്. ആ സമയത്ത് ഒറ്റ വള്ളക്കാരും ഈ ഗലീല കടലിലില്ല. എന്താ കാര്യം? നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പോയ ബോട്ടിൽ മാത്രം അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് വേർക്കണം മനുഷ്യൻ. ഞാനോർത്ത് എൻ്റെ ഈശോ നീ ഈ ചൂടിലാണ് അങ്ങോട്ട് കിടന്ന് നടന്നതെന്ന്. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ചോദിച്ചതാണ് കർത്താവിനോട്. പക്ഷേ എന്താ പ്രോബ്ലം? നല്ല ചൂടായ കാരണം ഈ മീനൊന്നും മുകളിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഇവർ രാത്രി പോണത്. രാത്രി ആകുമ്പോൾ കടൽ തണുക്കും, ചൂടുവെള്ളമൊക്കെ തണുത്ത് പോകും. 2 മണിയാകും രാത്രി. കാര്യം വെള്ളം തണുക്കണത് കര തണുക്കണ പോലെ അല്ലല്ല, വെള്ളം തണുക്കണത് കുറഞ്ഞ് വരത്തുള്ളൂ. ഇപ്പോൾ കടലിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം. ഞാൻ രാത്രി കടലിൽ പോയിട്ടുണ്ട്. ആൾക്കാർ കാണാതെ, കടലിൽ പോയവരെ കാണാതിരുന്ന സമയത്ത് ഞാൻ ഒരു രാത്രി മുഴുവനും കടലിൽ പോയി. കൊച്ചി തൊട്ട് അമ്പലപ്പുഴ വരെ 90-ലെ. അപ്പോൾ ആ സമയത്ത് അറിയാം കടലിലെ വെള്ളം ചൂട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇവർ രാത്രി പണിക്ക് പോണത്. രാത്രി പണിക്ക് പോയിട്ട് ഒന്നും കിട്ടില്ലെന്നാണ് ഇവർ പറയണത്. സൊല്യൂഷൻ ഇല്ല. ക്ലിയർ അല്ലേ? സൊല്യൂഷൻ ഇല്ല. 2 കാര്യം. എന്താ പ്രശ്നം? പകല് പണിക്ക് പോകാൻ പറ്റണില്ല. പിന്നെ രാത്രി പോയിട്ട് രാത്രിയും മീനില്ല. ദാറ്റ് മീൻസ് എന്താ? കടലിൽ മീനേ ഇല്ല. അതാണ് പ്രശ്നം. സൊല്യൂഷൻ ഇല്ല. പിന്നെ എന്താ പത്തോസ് പറയണത്? നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന്, ഞങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. ഇതുപോലെ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്കും അറിയാം ഇതിന് സൊല്യൂഷൻ ഇല്ലെന്ന്. 4 കോടി കടമുണ്ട്. ആകപ്പാടെ ഒരു 10 സെൻറ്റ് 1 ഏക്കർ സ്ഥലമുണ്ട്. സൊല്യൂഷൻ എന്താ? നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്, ദൈവത്തിനറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്. കറക്റ്റല്ലേ സംഭവം? അതായത് ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ ചോദിക്കത്തില്ലേ? 5000 പേരുണ്ട്, 5 അപ്പമുണ്ട്, ഇതുകൊണ്ട് എന്താകാനാണ്? സൊല്യൂഷൻ ഇല്ല. ഇങ്ങനെ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അഭിസംബോധന ചെയ്തതെന്ന് ഓർക്കണം. അതാണ് കർത്താവ് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പൊ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്.
നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. അവിടെ പോയി പണിയെടുത്ത് രാത്രിയും പകലും പണിയെടുത്ത് ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. ഇങ്ങനെയാണെങ്കിലും നിനക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്, ഞങ്ങൾക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്. പക്ഷേ ഒരു സൊല്യൂഷനുണ്ട്. എന്താണ്? നീ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട്, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്, സാക്ഷികളായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കും. കൈയ്യട്ടിച്ച് കടതാസൂര് കണ്ടല്ലേ. ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നിനക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്, ഞങ്ങളുടെ ജീവിതത്തിന് സൊല്യൂഷൻ ഇല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. പകൽ പണിയില്ലാത്തത് കൊണ്ടാണ് രാത്രി പണിക്ക് പോയത്. രാത്രിയും പണിയില്ലാത്തപ്പോൾ കടലിൽ മീനില്ലെന്ന് ഞങ്ങൾക്കറിയാം, നിനക്കും അറിയാം. പക്ഷേ ഇങ്ങനെയാണെങ്കിലും നീ പറഞ്ഞതനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങൾ പരിഹാരം കണ്ടെത്തും. വിത്ത് ഹാർപ്പ് ആൻഡ് വിത്ത് ഹാർപ്പ് ഐ സോൾവ് മൈ പ്രോബ്ലം. ദാവീദ് പറഞ്ഞതാണ്. ഉടമ്പടിയെക്കുറിച്ച് ദാവീദ് പറഞ്ഞതാണ്. കിന്നനാഥത്തിൻ്റെ അകമ്പടിയോടുകൂടി ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുളറിയും. ശ്രദ്ധിക്കട്ടെ. Take the word of God. Hallelujah, 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 hallelujah. യേശുവേ നന്ദി. Hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. യേശുവേ ആരാധന, ആരാധന. ആരാധന, ആരാധന. യേശുവേ ആരാധന. സങ്കീർത്തനം 49:4. സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും. ആണ് ദൈവത്തിൻ്റെ വചനത്തിന്, ഞാൻ ചെയ്യാനുള്ള വചനത്തിന് വേണ്ടി ഞാൻ ചെവി ചായ്ക്കും. കിന്നരനാദത്തോടെ ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവം. നിനക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്, എനിക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്. പക്ഷേ സുഭാഷിതങ്ങൾക്ക് ഞാൻ ചെവി ചായ്ക്കും. നീ പറഞ്ഞതുകൊണ്ട്, ഞാൻ ചെയ്തുകൊണ്ട്, നിന്നെക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിന് പരിഹാരം കാണും. അതാണ് ഉടമ്പടിയുടെ അന്തസത്ത. കൈയിട്ടിച്ച് കർത്താവ് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹം ഓർക്കുന്നെല്ലാരും. സമയത്തില്ലവർ പാടാം. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹം ഓർക്കുന്നെല്ലാരും. കിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാവിലോരിൻ നിഴിനീരിൻ പുഴയോരം തമ്മിൽ സ്തുതി പാടും. പാടി വാഴ്ത്തുന്നെല്ലാരും
പാടുക. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം നോക്കുന്നെല്ലാരും. ആത്മാവിൻ അലറിൽ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൻ വിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം സന്തോഷത്തോടെ ഒരുമിച്ച് ദൈവത്തിന് ആരവത്തോടെ പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം നോക്കുന്നെല്ലാരും. ആത്മാവിൻ അലറിൽ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൻ വിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം നോക്കുന്നെല്ലാരും. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം നോക്കുന്നെല്ലാരും. എൻ്റെ മക്കളെ സന്തോഷത്തോടെ തലയിൽ കൈവച്ച് നിങ്ങളുടെ വേണ്ടി മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്നത്തെ ഈ അഭിഷേക ശുശ്രൂഷയ്ക്ക് എത്തിച്ചേരാൻ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ വലിയ സാക്ഷികളായി നിങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനാദം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഇവിടെ ആയാലും ഓൺലൈനായാലും അവരെല്ലാവരെയും കർത്താവേ നിൻ്റെ തിരുരക്തത്താൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും അസ്ഥികളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. പസ്തി രോഗങ്ങൾ, പേശി രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാല് വരെ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരുമിച്ച് പാടുക. സൗഖ്യം എല്ലാവരും അതാ വരണമേ. എന്നിൽ നിറയണമേ. സൗഖ്യം നൽകണമേ. വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കൈയെടുക്കരുത്. ഓൺലൈനിലുള്ളവർ കൈയെടുക്കരുത്. കർത്താവേ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾക്ക് അത് നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് അപ്പോസ്തലന്മാർക്ക് അനുഭവം കൊണ്ടറിയാം. അങ്ങയ്ക്ക് ദൈവികമായ ബോധത്തിലറിയാം. എങ്കിലും കർത്താവേ, വചനം പറയുന്നു, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട് അതുപോലെ ജീവിച്ചുകൊണ്ട് കർത്താവേ, വിത്ത് ഹാർപ്പ് ഐ ഷൽ സോൾവ് മൈ പ്രോബ്ലം. എൻ്റെ ജീവിതത്തിൻ്റെ അകമ്പടിയെ, ജീവിതത്തിൻ്റെ കടങ്കഥയുടെ പൊരുളറിയാൻ എൻ്റെ വചനം സുഭാഷിതങ്ങൾക്ക്, ദൈവവചനങ്ങൾക്ക് ഞാൻ ചെവി കേൾക്കുകയും ചെവി ചായ്ക്കുകയും അതനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ വചനം ജീവിതം നിറവേറ്റിക്കൊണ്ട് കർത്താവെ അത് നിറവേറ്റാൻ ആവശ്യമായ ബുദ്ധിയും ശക്തിയും മ്ലാനമധുരം വിട്ടുകൊണ്ട് കണ്ണ് തുറന്ന എമ്മാവൂസ് ശിഷ്യന്മാരെ പോലെ കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ. ജീവിതത്തിൻ്റെ ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, കടങ്ങൾ പോലുള്ള ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് കൃപാസമർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ജീവിതത്തിന്റെ കടലുകൾക്ക് ദൈവിക പരിഹാരമുണ്ടാകാൻ ആത്മാവ് അഭിഷേകം നൽകട്ടെ. ശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, കൃപാസന പ്രസാദ മാതാവേ, അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻഡ്രു. ഞാൻ വരുന്നത് കറുകുറ്റി ബെസ്ലേഹം സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഈ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാനല്ല ആക്ച്വലി ഉടമ്പടി എടുത്തിരിക്കുന്നത്, വൈഫാണ്. ഇതെൻ്റെ വൈഫ് നിമ്മി, മകൻ ആൽഫ്രഡ്. ഞങ്ങളിത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ജോലി സാധ്യത, ഗൾഫിലാണ് ജോലി ചെയ്തത്. അവിടെ നിന്ന് പോന്നിട്ട് 2020 അവസാനം പോന്ന് വേറൊരു ജോലിയുമായിട്ട് റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. അടുത്തൊരു 3 മാസത്തിനുള്ളിൽ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകി എഗ്രിമെൻ്റ് എഴുതി പോകുന്നതാണ്. 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോൾ വിസ വന്നു, അടുത്ത കമ്പനിയിലേക്ക് വിസ വന്നു. വിസ വന്നിട്ട് ആ വിസ അടിക്കാൻ വേണ്ടി ബോംബെ എംബസിയിൽ കൊടുത്തിട്ട് 2 പ്രാവശ്യം റിജക്റ്റ് ആവാണ്. ഇതിനി നടക്കില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ ഓൺലൈനിൽ ഇത് അച്ഛൻ്റെ ടോക്ക് കാണുന്നത്, കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നതും. ഞാൻ എന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഓൺലൈനിൽ ഒന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയാണ്. ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് തോന്നാണ് അന്ന് ഇവിടം വരെ ഒന്ന് വരാമെന്ന് കരുതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന എൻ്റെ പേര് വൈഫ് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തോളാം, ഇനി അവിടെ പോയിട്ടുള്ള സാഹചര്യത്തിൽ ഉടമ്പടി പാലിക്കാൻ പറ്റിയില്ലെങ്കിലൊന്ന് വിചാരിച്ച് വൈഫ് എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി, ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ അടിച്ചു എന്നും പറഞ്ഞ് ബോംബെയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അപ്പോൾ എൻ്റെ മകൻ പറയാണ്, ഇത് ഇൻ്റർനെറ്റിനേലും സ്പീഡായി പോലും അടിയെന്ന്. അത്രയ്ക്ക് അത്ഭുതമാണ് നടന്നത്. ഇതിനി നടക്കില്ല എന്ന് പറഞ്ഞ സംഭവമായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്കര കച്ചിത്തുരുമ്പായിരുന്നു ജോലി എന്ന് പറയുന്നത്. അതങ്ങനെ നടന്നു. ഞാൻ പോയി അവിടെ ചെന്ന് പിന്നെ ഓരോ സ്റ്റെപ്പും എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെന്ന് പറയുന്നത് വളരെ, ഓരോ ദിവസവും എനിക്ക് വളരെ കൃപകളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലി കാര്യത്തിലായാലും ജോലി സ്ഥലത്ത് വെച്ച് എനിക്കൊരു വാഹനം വേണമായിരുന്നു. കാരണം പുറത്ത് താമസിക്കാനുള്ള എഗ്രിമെൻ്റാണ് ഉണ്ടായത്. അതിന് 3 മാസത്തിൽ ശമ്പളം ക്രെഡിറ്റ് ആവാതെ ഒരു വാഹനം വാങ്ങിക്കാൻ അവിടെ സൗദി അറേബ്യയിൽ പറ്റത്തില്ല. എനിക്ക് 18 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ അപ്രൂവൽ ആണ്. 1 മാസത്തെ സാലറി പോലും ക്രെഡിറ്റ് ആവാതെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ എനിക്ക് വാഹനം കിട്ടി, നല്ലൊരു വീട് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റി. അന്ന് തുടങ്ങി ഓരോ പ്രവർത്തനം, ഞാൻ ഒരു ദിവസം പോലും പ്രഭാത പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥന 2 നേരം മുടങ്ങുന്നില്ല. ഇതുവരെ മുടങ്ങിയിട്ടില്ല. എന്ത് ജോലി ഉണ്ടായാലും എന്ത് തിരക്കുണ്ടായാലും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളിലും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാതാവ് മാത്രമാണ് ഇതുവരെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, എൻ്റെ ഒരു അക്രൈസ്തവായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ വൈഫിന് ക്യാൻസറാണെന്നും പറഞ്ഞ് തെളിഞ്ഞു. അവിടെ 2-3 ഹോസ്പിറ്റലിൽ സ്ഥിരീകരിച്ചു ക്യാൻസറാണ്, റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ റേഡിയേഷന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന സമയത്താണ്
അവൻ എന്നോട് പറയുന്നത് അതിൻ്റെ ഒരു കൊന്ത ഉണ്ടെങ്കിൽ കിട്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവൻ എന്താ കൊന്ത ചോദിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് കൊന്തയും കൃപാസനത്തിൽ തൈലവും ഉപ്പും കൊണ്ടുവന്ന് അവന് കൊടുത്തിട്ട് പറഞ്ഞു, എവിടെയാണോ ക്യാൻസർ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ കുരിശ് വരച്ച് നീ പ്രാർത്ഥിച്ചു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അന്ന് തുടങ്ങി അവൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചു. അവൻ്റെ വൈഫിൻ്റെ റേഡിയേഷൻ കഴിഞ്ഞു. സർജറി നടത്തിയിട്ട് എന്തോ സിസ്റ്റ് പോലെ ആയിരുന്നു, അത് എടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് സർജറി നടത്തി അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. അത്ഭുതപ്പെട്ടു പോയി. അവനിപ്പോൾ ഭയങ്കര വിശ്വാസത്തിലാണ്. അവൻ്റെ ഒരു വീടിൻ്റെ ഒരു റൂം തന്നെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോഴും അവനൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ വീട് വിൽക്കേണ്ടതായിട്ട് വന്നു. കാരണം അതിന് ലോൺ ഉണ്ടായിരുന്നു, അത് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അത് വിൽക്കേണ്ടതായിട്ട് വന്നു. അത് വിറ്റതിന് ശേഷം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഞങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു, മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു വീടിന് പകരം 3 വീടാണ്, 3 ആധാരമാണ് നടക്കാൻ പറ്റിയത്. 2 ആധാരം നടന്ന് വേറെ പ്ലോട്ടിന് നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീട് ലഭിച്ചു. അങ്ങനെ 3 ആധാരം ലഭിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. മുടങ്ങാതെയുള്ള പ്രവർത്തനം അവിടെ. അതുപോലെ തന്നെ അവിടെ ഒരു വീട്ടിൽ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് കൃപാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ സ്ത്രീ ഞങ്ങളെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. അന്ന് വൈഫ് എൻ്റെ കൂടെ അവിടെയുണ്ട്. അപ്പോൾ വൈഫിനായി വിഷമായിപ്പോയി. വൈഫ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അവർക്കിടെ വീട്ടിലായിരിക്കും കൃപാസന മാതാവിൻ്റെ ഏറ്റവും വലിയ ഫോട്ടോ വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ ഫോട്ടോയാണ് അവരുടെ വീട്ടിലിരിക്കുന്നത്. അതുപോലെ ഒത്തിരി വീടുകൾ അവിടെ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. കൂട്ടായ്മയിലെ ഒട്ടുമിക്ക വീടുകളും കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്രയ്ക്ക് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിലെന്ന് പറയുന്നത് ഓരോ ദിവസവും നടന്നിരിക്കുന്നത് മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹമാണ്. ഇത്രയും ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ വൈഫിന് കൊടുക്കാം. എൻ്റെ പേര് നിമ്മി ആൻഡ്രു. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആദ്യമൊക്കെ വന്നത് ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു. കാരണം നമ്മുടെ ബൈബിളിൽ തന്നെ പുതിയ നിയമത്തിൽ പറയുന്ന ഈശോ കാണിക്കുന്ന എല്ലാം ഭൗതികമായ അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങളുടെ ഒരു ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യർ. അപ്പം നമുക്ക് ആവശ്യം ഭൗതികമായ കാര്യങ്ങൾ, ജോലി, വാഹനം, വീട്, സന്തോഷകരമായ ഒരു കുടുംബജീവിതം, സമാധാനം, ഇതെല്ലാമാണ്. അതുപോലെ തന്നെയാണ് ഞാനിവിടെ കടന്നു വന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹമല്ല, സംരക്ഷണം. ആ സംരക്ഷണം എന്ന് പറയുന്നത് ഈ ഉടമ്പടിയിലൂടെ മാത്രം ലഭിച്ചതാണ്. ഞാൻ ആദ്യമേ ഒരു വിശുദ്ധരുടെ നൊവേനയ്ക്കൊന്നും പോവാറില്ല. ഞാൻ പള്ളിയിൽ പോകും, പരിശുദ്ധ അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണ്, വേളാങ്കണ്ണി അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണ്. പക്ഷേ കൃപാസനം എന്തുകൊണ്ട് എന്ന് എന്നോട് എല്ലാവരും ചോദിക്കും, എന്തിനാ കൃപാസനത്തിൽ പോകണേ, ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചാൽ പോരെ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് വേളാങ്കണ്ണിയിൽ പോണേ? പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ആരൊക്കെയോ പറഞ്ഞ് നമ്മൾ കേട്ടത് കൊണ്ടാണ്, സത്യം. പക്ഷേ നമ്മൾ ആ കണ്ട വ്യക്തിനൊന്നും നമ്മൾ അറിയില്ല. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ ഈ കൊച്ചു ഗ്രാമത്തിൽ ജോസഫ് അച്ഛൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേനെ നമുക്ക് എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ, എത്രമാത്രം സ്വീകരിക്കാൻ പറ്റുമോ, നമുക്കതിന് സാധിക്കില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ ഈ നാട്ടിൽ വരാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെ പോകും? എത്രയോ ഔട്ട്സൈഡുകളിൽ, എത്രയോ ഇന്ത്യക്ക് പുറത്ത് രാജ്യങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്കും ഉടമ്പടിയിൽ വരാൻ സാധിച്ചു, അമ്മയുടെ സംരക്ഷണയിൽ വരാൻ സാധിച്ചു. എൻ്റെ ജീവിത പങ്കാളിയുടെ ആദ്യത്തെ ഭൗതികമായ ആവശ്യങ്ങൾ, അതുപോലെ എൻ്റെ രോഗാവസ്ഥയായിരുന്നു അടുത്തത് ഞങ്ങളുടെ ഒരു ഇത്. എനിക്ക് 8ാം ക്ലാസ് മുതൽ എപ്പിലെപ്സി ഫിക്സ് വരുന്ന രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ് ഈ ഒരു രോഗാവസ്ഥ കാരണം. ഒരു യാത്ര പോലും പോയാൽ നമ്മളൊരു ഗുളിക മുടങ്ങാനോ അത് എടുക്കാതിരിക്കാൻ മറക്കാനോ പാടില്ല. ആ യാത്രാ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിനോട് പറഞ്ഞു തുടങ്ങി, എനിക്ക് ഈ ഗുളിക മടുത്തു, ഞാൻ ഈ ഗുളിക നിർത്താണ്. അപ്പോൾ എനിക്കൊരു പ്രേരണ വന്നു തുടങ്ങി, ഇത് നിർത്ത്. അപ്പോൾ ഹസ്ബൻഡും പറയും, ഞാനും മുട്ടുമ്പോൾ നിൽക്കുകയാണ്, എൻ്റെ കാലിൽ തൈമ്പ് കണ്ട മാതാവിന് അറിയാൻ പറ്റുമെന്ന്, അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുകയല്ല, ഞാൻ മാതാവിനോട് പറഞ്ഞു തുടങ്ങി എനിക്ക് ഗുളിക നിർത്തണമെന്ന്. എന്നോടും ആരോ പറയുന്നു ഗുളിക നിർത്തിക്കോ. ഞാനങ്ങനെ ഗുളിക കുറച്ച് നിർത്തി. ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ EG എടുത്തിട്ട് പറഞ്ഞു, ഇതിൽ തനിക്ക് എപ്പിലെപ്സി ഉണ്ടെന്ന് ആരാ പറഞ്ഞതെന്നാണ് ചോദിച്ചത് ആദ്യത്തെ ചോദ്യം. ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടായിരുന്നു, 8ാം ക്ലാസ് തുടങ്ങി ഞാൻ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ടാബ്ലറ്റ് കുറേശ്ശെ നിർത്തി. ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിച്ചൊക്കെ ഇരുന്ന സമയത്താണ് വീണ്ടും എനിക്ക് ഒരു പാനിക് അറ്റാക്ക് പോലെ വന്നു. അഡ്മിറ്റായി, 5-6 ദിവസം അഡ്മിറ്റായി അവിടെ.
എന്തൊക്കെ ചെക്കപ്പ് നടത്തിയിട്ടും ഒന്നുമില്ല. അവസാനം അവർ വെറുതെ വിധി എഴുതി എനിക്ക് എപ്പിലെപ്സിയുടെ പ്രശ്നം തന്നെയാണ്, ഇനി ആ മരുന്ന് കഴിക്കണം. പക്ഷെ ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചില്ല. അവർ ടാബ്ലറ്റ് തന്നു. പക്ഷെ ഞാൻ എൻ്റെ പാരൻസും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു നീ മരുന്ന് കഴിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, മാതാവായിട്ട് ഞാനൊരു യുദ്ധത്തിൽ തന്നെയാണ്. കാരണം എല്ലാവരോടും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഇടവക, അതുപോലെ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്, അവിടെ എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ അമ്മ എനിക്കിത് മാറ്റി തന്നു. ഞാനിത് ഇപ്പോൾ ഗുളിക കഴിക്കുന്നില്ല, ഞാൻ ഫ്രീ ബേർഡായിട്ട് നടക്കുകയാണ്. ഞാൻ വീണ്ടും ഗുളിക എടുത്തു എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ അമ്മയ്ക്കല്ലേ മോശം കേട്. ഞാൻ വാശിയായി അമ്മോട്, എനിക്ക് ഇനി ഗുളിക കഴിക്കണ്ട, ഞാൻ ഗുളിക കഴിക്കുകയില്ല, എനിക്ക് ഇങ്ങനെ ഒരു അസുഖമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ രാജഗിരിയിൽ വീണ്ടും പോയി. അവിടെ അവർ EG നോർമലാണെന്ന് പറഞ്ഞു. വീണ്ടും ഓക്കെ, ഞാനത് കഴിഞ്ഞിട്ട് ഗുളികളൊന്നും തന്നെ എടുത്തില്ല. അവർ പാനിക് അറ്റാക്കിന് വേണ്ടി മരുന്നൊക്കെ തന്നു, അതൊന്നും ഞാൻ കഴിച്ചില്ല. പിന്നെ മാസങ്ങളായിട്ട് ഞാൻ ഒരു മാസത്തോളമെങ്കിലും മാതാവിൻ്റെ അടുത്ത് യുദ്ധത്തിലായിരുന്നു. അതിനുശേഷം മാതാവായിട്ട് എപ്പോഴും ഞാനിങ്ങനെ പറയും എനിക്കിനി മരുന്ന് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരു മാസം മുമ്പ് ലാസ്റ്റ് EG പോയി പരീക്ഷണാർത്ഥം തന്നെ പോയി എടുത്തു. അതിലും നോർമലാണ്, ഒരു മരുന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു രോഗസൗഖ്യം കിട്ടി. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഉടമ്പടിയിൽ വന്നേ പിന്നെ കിട്ടുന്നത് സന്തോഷം, സമാധാനം, ധൈര്യമാണ്. എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഓടി എൻ്റെ ഓഫീസിലേക്ക് പിറ്റേ ദിവസം ചെന്നത്. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും ചോദിക്കും നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു. പക്ഷെ നമുക്കൊരു ധൈര്യം കിട്ടും. പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ആ സംരക്ഷണത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമാണത്. പിന്നെ എനിക്ക് വീട്ടിൽ നമ്മൾ ഉപ്പും തേനും തൈലവും ഡെയിലി യൂസ് ചെയ്യുന്നവരാണ്. ഞാൻ ഉപ്പിൻ്റെ കൂടെ ഇട്ട് എൻ്റെ മോന് ചോറ് കൊടുത്തു വിടുമ്പോൾ ആ ചോറിൽ ഉപ്പിട്ടിട്ടാണ് കൊടുത്തു വിടണമായിരുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്ന ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലുതായിരിക്കും, കേൾക്കുന്നവർക്ക് ചെറുതുമായിരിക്കും. അത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എങ്കിലും ഒരു അത്ഭുതം ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടിൽ തൈലം തീർന്നു. ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് പകുതി ഞാൻ സൗദിക്ക് കൊടുത്തു വിട്ടതുകൊണ്ട് തൈലം തീർന്ന് കുപ്പി കാലിയായി. ഞാനത് അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു, ഒന്നുമില്ല അതിനകത്ത്. കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുപ്പി ഇങ്ങനെ മാതാവിൻ്റെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു തിളക്കം പോലെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ അതിൽ പകുതി എത്ര ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു വിട്ടോ അത്രയും തന്നെ തൈലം എനിക്ക് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇട്ട് വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെയും വാർഡ്രോബിൽ ഇങ്ങനെ കിടക്കുകയാണ്, ആ കുപ്പി ഇരിക്കുകയാണ്, ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ എത്രത്തോളം തൈലം ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടിരുന്നോ അതേ തൈലം തന്നെ അത്രയും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാതാവ് ഓരോരുത്തർക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു അനുഗ്രഹം. നമ്മുടെ കൂടെ എപ്പോഴും പരിശുദ്ധ അമ്മ ഉണ്ടെന്നൊരു ഉറപ്പായിരുന്നു അതെല്ലാം. പിന്നെ എനിക്ക് ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ മുമ്പിൽ ഇങ്ങനെ നിന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് കണ്ടൊരു വിഷ്വലായിട്ട് ഞാൻ കണ്ടത് ജോസഫ് അച്ഛൻ്റെ ശരീരം ആകെ അഴുകി, അച്ഛനാകെ എന്താ പറയുക വയ്യാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. എങ്കിലും ആ മുറിവുകളിൽ നിന്ന് പോലും അത്ഭുതകരമായ സൗഖ്യങ്ങൾ ലഭിക്കുന്നതായിട്ട് ഇവിടെ സാക്ഷ്യം പറയുന്നതായിട്ട് ഇങ്ങനെ വിഷ്വലി ഞാനിങ്ങനെ കണ്ണ് തുറന്നിരിക്കുക. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സിസ്റ്ററോട് ചോദിച്ചു, ഞാനിത് പറഞ്ഞാൽ എനിക്കറിയില്ല, കാരണം നമ്മളൊക്കെ ഒരുപാട് കുറവുകളുള്ളവരല്ലേ, ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംരക്ഷണം, സ്നേഹം, മറ്റുള്ളവരോട് ചിരിക്കാനും ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്, എപ്പോഴും ചിരിക്കുന്ന ആളാണ്. അടുത്തത് മോന് 8ാം ക്ലാസ് മുതൽ അവൻ്റെ പഠനം കുറേ അങ്ങനെ താഴേക്ക് പോയി. അവൻ ചെറുപ്പത്തിൽ നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. പിന്നെ കൊറോണയുടെ കാലഘട്ടം ആയതുകൊണ്ടാവാം കുട്ടിക്ക് പഠനമൊക്കെ ഭയങ്കര മോശമായി തുടങ്ങി. അങ്ങനെ 10ലെത്തിയപ്പോൾ ഒരു കുസൃതിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല, മൊബൈലൊന്നും ഉപയോഗിക്കാത്ത കുട്ടിയാണ്. പക്ഷെ പഠനം മാത്രം മേപ്പോട്ട് കയറുന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആണ് പരീക്ഷയുടെ കാര്യങ്ങൾ, ഓണപ്പരീക്ഷ വന്നു. ആകെ 60% മാർക്കാണ് ഉണ്ടായിരുന്നത്. അവനെ സംബന്ധിച്ച് അത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒട്ടും പേടിക്കണ്ട, കാരണം ഞാൻ അവനെ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളെന്തിനാ പേടിക്കണം? ഒട്ടും പേടിയോ ഭയമോ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറിയിരുന്നുണ്ടായിരുന്നു ഞാൻ. ഇപ്പോഴുള്ള ഈ ഒരു വിറയിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഈ അൾത്താരയിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ വന്നു, കുറച്ച് മാർക്ക് കയറി. അങ്ങനെ അവസാന പരീക്ഷയുടെ സമയം പോലും A+ കിട്ടുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഇവനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ടീച്ചേഴ്സ്. കാരണം ഒരു 3-4 A+ അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ 100% മാർക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ ഇവനെ സഹായിച്ചു. പിന്നെ ഇവനെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ഇരുത്തുന്ന സമയത്ത് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഇവൻ്റെ സൈഡിൽ വന്നിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നമ്മൾ അമ്മമാരിരിക്കുന്ന പോലെ ഇരിക്കണ ഒരു സീൻ ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, ഒരിക്കലും വിഷമിക്കണ്ട, നീ ഇനി പരീക്ഷയ്ക്ക് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ +2 പരീക്ഷയിലും അവന് 70% മാർക്കോടുകൂടി ജയിക്കാൻ സാധിച്ചു. ഇവൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ എല്ലാവരും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ പ്രേക്ഷിത വേല എന്ന് പറയുന്നത് എല്ലാ തരത്തിലും, ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, ഒരു ഓഫീസുണ്ട് ചെറുത്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി മുക്കാലും ഞാനിങ്ങനെ
ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്ന എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഞാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും ഓഫീസിൻ്റെ അവിടെയൊക്കെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യണ്ട എന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ മാതാവ് തരുന്നത്, കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞേക്കുന്നത് ഒരു വർക്ക് കഴിയുമ്പോൾ അടുത്ത വർക്ക് എനിക്ക് തരണം എന്നാണ്. അതുകൊണ്ട് എനിക്ക് ആ കിട്ടുന്നതിൽ നിന്ന് ഒരു 50% കൂടുതൽ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടല്ലോ, ഞാനെന്തിനാ പേടിക്കണേ, ഹസ്ബൻഡിന് നല്ല സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു കുറവും ഞാൻ വരുത്താതെ മാതാവിൻ്റെ കാര്യങ്ങൾക്ക് ഇടപെടുത്തും. പത്രം കൊടുക്കും, നന്നായിട്ട് രോഗികളെ സന്ദർശിക്കും, അമ്മമാരുടെ ഇവിടെ പോയി സന്ദർശിക്കാറുണ്ട്, മന്ദബുദ്ധികളായ കുട്ടികൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച്, ഞാൻ എന്ത് തീരുമാനിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും നോ പറയില്ല, അതിന് കൂടെ നിൽക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത വേല. ഞങ്ങൾക്ക് ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷം, സമാധാനം, ധൈര്യം, ഇതൊക്കെയാണ്. ഈശോയ്ക്കും മാതാവിനും നന്ദി. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്യുവിൻ. നിമ്മി ആൻഡ്രൂ എന്ന ഈ സഹോദരി, ജീവിത പങ്കാളി, മകൻ വളരെ സന്തോഷത്തോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഉടനടി ദൈവാനുഭവങ്ങളെയും അത്ഭുതകരമായ സൗഖ്യപ്പെടുത്തലുകളെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഈ കുടുംബം ഭാര്യയും ഭർത്താവും ഒരുപോലെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഭൗതിക നന്മകൾ ലഭിച്ചതിലല്ല, ഞങ്ങൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച സമാധാനം, സന്തോഷം, ദൈവാശ്രയത്വം, ഏതൊരു പ്രതിസന്ധിയിലും പ്രത്യാശയോടെ അമ്മയിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ശരണപ്പെടുവാനുള്ള ആത്മധൈര്യം, അത് ലഭിച്ചതിലാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത്. ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നത് ഒരു പുതിയ ജീവിതക്രമമാണ്. അത് ലോകത്തിൻ്റെ ഇത്തിരി കാര്യങ്ങളോട് മത്സരിക്കുകയോ പതറുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്ന ഒരു ജീവിതക്രമമല്ല. മറിച്ച് ദൈവികമായ സംരക്ഷണത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് നേടുവാൻ തക്കവിധം നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ച് നമ്മളെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുക, സഹോദരി പറയുന്നുണ്ട്, ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്, ഒരു വർക്ക് കഴിയുമ്പോൾ മറ്റൊന്ന് കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. കിട്ടുന്നതിൻ്റെ 50% ഞാനിത് മറ്റുള്ളവർക്ക് ദാനം ചെയ്തു തന്നെയാണ് ജീവിക്കുന്നത്. കാരണം ഞാൻ എന്തിനെ പേടിക്കുവാനാണ്, എൻ്റെ ഭർത്താവിന് നല്ല ജോലിയും ശമ്പളവുമുണ്ട്. ഇതൊരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. എനിക്ക് വേണ്ടി സമ്പാദിക്കണം, എൻ്റെ കുടുംബത്തിന് സ്വത്തുണ്ടാവണം, ലഭിക്കുന്നതൊക്കെ എൻ്റെ കുടുംബത്തിൻ്റെ ആസ്തിയാണ്. ആ കാഴ്ചപ്പാടിൽ നിന്നും മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ ദൈവികമായ നന്മകൾ കൊടുക്കുവാൻ, എൻ്റെ ജീവിതത്തെ ഉപകാരപ്പെടുത്തുവാനാകും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ അത് സമ്പന്നമായി തീരുന്നത്. എന്തെങ്കിലും താൽക്കാലികമായി കൊടുക്കുന്നതിലോ അല്പം എന്തെങ്കിലും കൊടുക്കുന്നതിലോ അല്ല, ഉള്ളതിൽ നിന്ന് കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് കാരുണ്യ പ്രവൃത്തികൾ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികളായി വളരുന്നത്. അതിനുവേണ്ടി നമുക്ക് നിരന്തരം ശ്രദ്ധയുള്ളവരായി ജീവിക്കണം. അതോടൊപ്പം തന്നെ രണ്ടുപേരും പറയുന്നുണ്ട്, മുട്ടിൽ നിന്ന് കൃത്യമായി അമ്മയുടെ അരികിൽ ആ എപ്പിലെപ്സി എന്ന രോഗം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നല്ല തഴമ്പ് രണ്ടുപേർക്ക് മുട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ശരണം, ഞങ്ങളുടെ ആശ്രയം അത് അമ്മ മാതാവിൽ മാത്രമാണ്. ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ആയിരക്കണക്കിന് മക്കൾക്ക് അനുദിനം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇന്നും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന്, എൻ്റെ തിരുക്കുമാരൻ ഇന്നും ജീവനോടുകൂടി പ്രവർത്തിക്കുകയും ഇടപെടുകയും സൗഖ്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ ആലയത്തിൽ നിന്ന് ഓരോ സാക്ഷ്യവും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതാണ് സഹോദരി സൂചിപ്പിച്ചത്. വേളാങ്കണ്ണിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് ആരൊക്കെയോ പറഞ്ഞു, നമ്മളിവിടെ ചെന്നു. ഇവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് അരികിൽ നിന്നുകൊണ്ട് ദൈവികമായ ശുശ്രൂഷകൾ ലോകത്തിന്, കാലത്തിന്, എല്ലാ ദേശങ്ങളിലേക്കും കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ദൈവാനുഭവത്തിൻ്റെ ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് അമ്മയെ തേടി വരുന്നവർക്ക്, അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടുകൂടി ജീവിത വിഷയങ്ങളെ സമർപ്പിക്കുന്നവർക്ക് അമ്മ വെറും കൈയോടെ വിടില്ല, അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ തുടർച്ചയായ സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ഓരോരുത്തർക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.